നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം കാർത്തിക നക്ഷത്രത്തെ കുറിച്ചാണ്. കാർത്തിക നക്ഷത്രക്കാരുടെ 2026-2027 വർഷത്തെ വിഷുഫലമാണ് പറയുന്നത്. ഈ വിഷുഫലം പറയുമ്പോൾ നമ്മളൊരു കാര്യം പ്രത്യേകം എടുത്തു പറയുകയാണ്. ഈ വിഷുഫലം സാധാരണ നമ്മൾ ഒരു മാസമൊക്കെ മുമ്പ് പ്രവചിക്കാറുണ്ടായിരുന്നു. ഇപ്രാവശ്യം പ്രവചിക്കാൻ ഒരു നിമിത്ത ഫലം മൂലം നമ്മൾ പ്രവചിക്കാതെ ഇരുന്നതാണ്. ലോകം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ചില നിമിത്തങ്ങളൊന്നും കൃത്യമായിട്ട് അല്ലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കാർത്തിക നക്ഷത്രക്കാർ ഈ ഒരു വർഷം കടന്നു പോകുന്നത് ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെയാണെന്ന് ഇവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതനുസരിച്ച് ഇവർക്കൊന്ന് തയ്യാറെടുക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഫലം ആരും നിസ്സാരമായി കണ്ട് സ്കിപ്പ് ചെയ്ത് കളയരുത്. തീർച്ചയായിട്ടും മുഴുവനും കേൾക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ കാർത്തിക നക്ഷത്രക്കാരുടെ ഫലത്തിലേക്ക് കടക്കുകയാണ്. കാർത്തിക നക്ഷത്രക്കാര് എല്ലാവരും തന്നെ ഈ കാർത്തിക നക്ഷത്രത്തെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അവരുടെ ചുറ്റുപാടുമുള്ളവരും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എന്നാൽ ഈ കാർത്തിക നക്ഷത്രത്തെ കുറിച്ച് ഏകദേശം ഒരു പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്നവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നേരെ ഫലത്തിലേക്ക് പോയി ആ ഫലം മാത്രം കേൾക്കാവുന്നതാണ്. ഈ കാർത്തിക നക്ഷത്രത്തിൽ പിറന്ന കൂടുതൽ ആളുകളും വളരെ സൗന്ദര്യമുള്ളവരും സത്യസന്ധമായിട്ട് പ്രവൃത്തി ചെയ്യുന്നവരും സൽഗുണ സമ്പന്നരുമൊക്കെ ആയിരിക്കുന്നതാണ്. ഇവർക്ക് ഒരു കുടുംബത്തിലെ പ്രധാനിയായിട്ട് മാറാനൊക്കെ കഴിയുന്നതാണ്. കർമ്മകുശലതയൊക്കെയുള്ള ആളുകളായിരിക്കും ഇവര്. ഈ കാർത്തിക നക്ഷത്രം എന്ന് പറയുന്നത് സംഹാര നക്ഷത്രങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇതില് ജനിക്കുന്ന ആളുകൾ ക്ഷിപ്രകോപികളായിട്ടാണ് കണ്ടുവരുന്നത്. സഹോദരന്മാരൊക്കെ ഇവർക്ക് കുറവായിരിക്കും. ലഘുവായിട്ടുള്ള ഒരു ഭക്ഷണ പ്രിയരാണ് ഇവരെ ആരോഗ്യമൊക്കെ കാത്തു സൂക്ഷിക്കുന്നതിൽ വളരെ ശ്രദ്ധാലുക്കളായിരിക്കും. അസാമാന്യമായിട്ടുള്ള ബുദ്ധി സാമർഥ്യം പ്രകടിപ്പിക്കുന്ന ഇവര് തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കുവാനായിട്ടുള്ള ഒരു സമർത്ഥത ഇവർക്കുണ്ടാകുന്നതാണ്. ഇവർ കർമ്മ മേഖലകളിലെല്ലാം ശോഭിക്കുന്ന ആളുകളാണ്. ഇവർ ലക്ഷ്യത്തിനായിട്ടുള്ള പാതകളിൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായാൽ അതൊന്നും കാര്യമാകാതെ മുന്നോട്ട് പോകുന്ന ആളുകളാണ്. ലക്ഷ്യം നേടുന്ന ആളുകൾ തന്നെയാണ് ഈ കാർത്തിക നക്ഷത്രത്തിലുള്ളവര്. ഈശ്വരനിൽ വിശ്വസിക്കുന്ന ഇവര് ഹാനികരമായിട്ടുള്ള ചില കൂട്ടുകെട്ടുകളിലൊക്കെ അകപ്പെടാൻ സാധ്യതയുണ്ടെങ്കിലും അത് പെട്ടെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് അകന്നു മാറുന്ന ആളുകളാണ്. പൊതുജന സേവനത്തിനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്ന ആളുകൾ കൂടിയാണ് ഈ കാർത്തിക നക്ഷത്രക്കാര്. സഹപ്രവർത്തകരിൽ നിന്നൊക്കെ അസഹനീയമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും ഇവരതൊന്നും കാര്യമാക്കുന്ന ആളുകളല്ല. മാത്രമല്ല സ്വന്തം കർമ്മ മേഖലയിലെ ഇതൊന്നും ബാധിക്കാതെ ഇവർക്ക് ശ്രദ്ധിക്കാനും അറിയാവുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിലൊക്കെ സംതൃപ്തി അനുഭവപ്പെടുന്ന ആളുകളാണ്. പ്രതീക്ഷയ്ക്കൊത്ത ജീവിത പങ്കാളിയെ ഇവർക്ക് ലഭിക്കുന്നതാണ്. ഭവനത്തിന്റെ ജീവിത അന്തരീക്ഷത്തിലൊക്കെ സമാധാനവും സൗഖ്യവും ഒക്കെ ഇവർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ഐശ്വര്യപ്രദമായിട്ടുള്ള ദാമ്പത്യ ജീവിതത്തിന് തടസ്സമായിട്ട് ചില ആളുകളിലൊക്കെ ചെറിയ ആരോഗ്യക്കുറവൊക്കെ ഉണ്ടാവുന്ന ഒരു കാര്യമായിട്ട് വരുന്നുണ്ട്. ഔദ്യോഗിക രംഗത്തായാലും പൊതുജന സേവന രംഗത്തായാലും ഇവർക്ക് ചിലപ്പോഴൊക്കെ വളരെ സാഹസികമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരുന്ന ആളുകളാണ്. ഇവർ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ വിജയങ്ങളായിട്ട് പരിണമിക്കാറുണ്ട്. തിക്ത അനുഭവങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാകുമെങ്കിലും അതിൽ നിന്നൊക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തന രീതിയായിരിക്കും ഇവര് മുന്നോട്ട് അവലംബിക്കുന്നത്. അപ്പോൾ ഇത്രയുമൊക്കെ ഒരു കാർത്തിക നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാ കാർത്തിക നക്ഷത്രക്കാരെയും പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ഫലങ്ങളൊക്കെ കൂടുതലായിട്ട് ഇവരിൽ കാണാം. ഈ സ്വഭാവ രീതികളൊക്കെ കാണാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ ഈ വിഷുഫലം ഒരു വർഷത്തേത് 3 മാസങ്ങളായിട്ട് തിരിച്ചാണ് പറയുന്നത്. ഒരു 4 ഘട്ടങ്ങളിലായിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഏപ്രിൽ 14, മെയ്, ജൂൺ എന്നീ മാസങ്ങളിലെ ഫലം ഒന്ന് നോക്കാം. ഈ സന്താനഭാഗ്യമൊന്നും ഇല്ലാത്തവർക്ക് സന്താനഭാഗ്യമൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ്. സഹായങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. ഊഹക്കച്ചവടത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. ബ്രോക്കറിങ്ങിലൊക്കെ ഏർപ്പെടുന്നവർക്ക് അത് നല്ലൊരു സമയമാണ്. ട്രേഡിങ്ങിലൊക്കെ ഉള്ളവർക്ക് നല്ലൊരു സമയമാണ്. വിദ്യാർത്ഥികൾക്കൊക്കെ വിദ്യാഭ്യാസത്തിൽ പുരോഗതി കാണുന്നുണ്ട്. യാത്രകളൊക്കെ സന്തോഷപ്രദമാകുന്നതാണ്. ബിസിനസ്സിനൊക്കെ മുന്നേറ്റം ഉണ്ടാകുന്ന ഒരു സാധ്യതയുണ്ട്. എന്നാൽ ചെറിയ അപകട സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇഴജന്തുക്കളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ശ്രദ്ധയോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം മേന്മ ഉണ്ടാവുന്നതാണ്. കുടുംബത്തിലൊക്കെ സമാധാനം ഉണ്ടാവുന്നതാണ്. വീട് വാങ്ങുവാനൊക്കെ സാധിക്കുന്നതാണ്.
പ്രതീക്ഷകളൊക്കെ നിറവേറുന്നതാണ്. അപ്പോൾ ഈ 3 മാസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന പ്രധാനപ്പെട്ട ഫലങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഈ സമയത്ത് ശാസ്താക്ഷേത്രത്തിൽ പോകുന്നത് വളരെ നല്ലതാണ്. അന്യമതസ്ഥരാണെങ്കിൽ നിങ്ങളുടെ മതത്തിലുള്ള ആരാധനാലയത്തിൽ പോകുന്നത് വളരെ നല്ലതാണ്. ഇനി നമ്മൾ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസത്തിലെ ഒരു ഫലം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അംഗീകാരവും ആദരവും ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. വസ്ത്രലാഭമൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ്. എന്നാൽ ചില സമയങ്ങളിലൊക്കെ അഭിമാനത്തിന് ക്ഷതം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പൊതു ഇടങ്ങളിൽ സംസാരിക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അകാരണമായിട്ട് ദുഃഖം അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് തന്നെ അറിയില്ല എന്താണ് ദുഃഖത്തിന് കാരണം, പക്ഷെ മനസ്സെപ്പോഴും കുലുഷിതമായിരിക്കും. ജീവിത പങ്കാളിയുമായിട്ട് ചില കലഹത്തിനൊക്കെ സാധ്യതയുണ്ട്. അത് പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുക. ഉഷ്ണസംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ധനാഭിവൃദ്ധി വളരെയേറെ ഉണ്ടാവുന്നതാണ്. സന്താനങ്ങൾ മൂലവും സൗഭാഗ്യം ഉണ്ടാവുന്നതാണ്. ഭവനലാഭമൊക്കെ ഉണ്ടാവുന്നതാണ്. നിങ്ങളുടെ മോഹങ്ങളൊക്കെ പൂവണിയുന്ന ഒരു സമയമാണ്. ശത്രുപീഡയൊക്കെ കുറയുന്നതാണ്. വ്യവഹാരങ്ങളിലൊക്കെ ലാഭമുണ്ടാകും. എന്നാൽ നിങ്ങളുടെ സ്ഥാനത്തിന് ചെറിയ ചലനമൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇതാണ് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. ഈ മാറ്റങ്ങളെ നിങ്ങൾ കൃത്യമായിട്ട് ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക. ഈ സമയത്തും നിങ്ങൾ ശാസ്താക്ഷേത്രത്തിൽ പോകുന്നത് മുടക്കരുത്. അതുപോലെ തന്നെ അന്യമതസ്ഥരാണെങ്കിൽ നിങ്ങളുടെ ആരാധനാലയത്തിൽ പോകുന്നത് മുടക്കരുത്. നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജിയുടെ ആവശ്യമുണ്ട്. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസത്തില് വളരെയധികം സന്തോഷമുണ്ടാകുന്ന ചില സമയങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. സൗഹൃദങ്ങളൊക്കെ വർദ്ധിക്കുന്നതാണ്. സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ വർദ്ധിക്കുന്നതാണ്. ശത്രുക്കളെയൊക്കെ നിങ്ങൾ പരാജയപ്പെടുത്തുന്നതാണ്. വീടും വസ്തുവും ഒക്കെ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു സമയമാണ്. അധികാര സ്ഥാനത്തുള്ളവരിൽ നിന്ന് അനുകൂല നടപടിയൊക്കെ നിങ്ങൾക്കുണ്ടാവുന്ന ഒരു സമയമാണ്. എല്ലാ കാര്യത്തിലും ഒരു വിജയമാണ് ഈ സമയത്ത് കാണുന്നത്. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ചെറിയ വിള്ളലുകൾ ഉണ്ടായിരുന്നൊക്കെ മാറി സ്വരച്ചേർച്ചയിലായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു സമയമാണ്. കാര്യവിജയമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. പ്രതീക്ഷകളെല്ലാം നിറവേറുന്നതാണ്. ശാസ്താക്ഷേത്രത്തിൽ പോകുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ വിഷുഫലം എടുക്കുമ്പോൾ 2026 വർഷത്തിൽ നിങ്ങൾക്ക് 80% ഇനിയും വരുന്നത് നല്ല കാലഘട്ടമാണ്. ഈ ലോകം മാറിക്കൊണ്ടിരിക്കുമ്പോഴും കാർത്തിക നക്ഷത്രക്കാർക്ക് നല്ല കാലഘട്ടം വരിക എന്ന് പറഞ്ഞാൽ അത് വളരെയേറെ നല്ലൊരു സമയമാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ മുന്നേറാൻ പറ്റുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഇനിയും നമ്മൾ പറയാൻ പോകുന്നത് 2027 കടക്കുമ്പോൾ കാർത്തിക നക്ഷത്രക്കാർക്ക് എന്തൊക്കെ സംഭവിക്കുമെന്നാണ് പറയുന്നത്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തിലെ ഫലങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്വജനങ്ങളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ചെറിയ വേർപാടുകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. മനസ്സിലെ ചെറിയ അശുഭ ചിന്തകളൊക്കെ നിറയുന്ന ഒരു സമയമാണ്. ബന്ധുക്കളെയൊക്കെ നിങ്ങൾ സഹായിക്കാൻ ശ്രമിക്കുന്നതാണ്. വിദ്യാഭ്യാസ കാര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് പുരോഗതി ഉണ്ടാവുന്നതാണ്. പുത്തൻ ആശയങ്ങൾ ഉടലെടുക്കുന്നതാണ്. അത് പ്രാവർത്തികമാക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. സന്താനങ്ങളെ കൊണ്ടൊക്കെ സന്തോഷം അനുഭവിക്കുന്നതാണ്. എന്നാലും നിങ്ങൾ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജോലിയിലൊക്കെ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോവുക. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ചില പാരപണികൾ എന്നൊക്കെ പറയാം, അതിലൊക്കെ ചെന്ന് വീഴാതിരിക്കുക. വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ദൈവാധീനം കുറയുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഈശ്വരനെ പ്രാർത്ഥിക്കുക. ശിവക്ഷേത്രത്തിൽ പോകുന്നത് വളരെ നല്ലതാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ 2027 തുടക്കത്തിലൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് ഒരു പൊതുവായിട്ടുള്ള ഫലം, ഇത് സ്ത്രീയെന്നോ പുരുഷനെന്നോ ഇല്ല, ഇത് പൊതുവായിട്ടുള്ളൊരു ഫലമാണ്. ഇത് നോക്കുമ്പോൾ കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലം വളരെയേറെ ഗുണങ്ങൾ ചെയ്യുന്ന രാജയോഗങ്ങൾ, ചില യോഗങ്ങൾ തന്നെ, രാജയോഗങ്ങളൊക്കെ തന്നെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ വളരെയേറെ മുന്നേറ്റം നിങ്ങൾക്ക് ഈ സമയത്ത് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് കാർത്തിക നക്ഷത്രക്കാരോട് നമുക്കൊന്നേ പറയാനുള്ള, പ്രാർത്ഥനയോടെ വരുന്ന അവസരങ്ങളെ ഉപയോഗിച്ച് മുന്നോട്ട് പോവുക. ഇതൊരു പൊതുഫലമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജന്മ സമയമനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുമെങ്കിലും ഒരു രീതിയിലല്ലേ മറ്റൊരു രീതിയിൽ നിങ്ങൾക്കിത് വന്നു ചേരുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.